കണ്ടതെല്ലാം പൊന്ന്. അസാധാരണമായ ഒന്നും തന്നെ അദ്ദേഹം ചെയ്യുന്നില്ല. എന്തിനു പറയണം? ഏതു പഴങ്കഥയും പുതിയ രീതിയിൽ പറയാൻ അദ്ദേഹത്തിനറിയാം. പറഞ്ഞു വരുന്നത് സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ SS രാജമൗലിയെ കുറിച്ചാണ്. താൻ കഥകളുടെ അടിമയാണെന്നാണ് രാജമൗലി സ്വയം വിശേഷിപ്പിക്കുന്നത്. അതായത് ആകെ ചെയ്തത് 12 സിനിമകൾ മാത്രം. ഇപ്പോൾ ഒന്ന് പണിപ്പുരയിലുണ്ട്. വയസ്സ് ജസ്റ്റ് 50. പക്ഷേ ചെയ്ത സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന സംവിധായകൻ കൂടിയാണ് രാജമൗലി. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ കണ്ട് കൈയടിച്ച ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലിയുടെ സൃഷ്ടാവ് കൂടിയാണ് ഇദ്ദേഹം. ബാഹുബലി എന്ന ഒറ്റ സിനിമയിലൂടെ മാത്രം ചലച്ചിത്ര ലോകത്ത് സമാനതകളില്ലാത്ത പ്രതിഭാസമായി മാറുകയാണ് SS രാജമൗലി. ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേർന്നപ്പോൾ രാജമൗലി എന്ന സൂപ്പർ ഡ്യൂപ്പർ ഡയറക്ടർ പിറന്നു. ഇന്ന് കാഴ്ചയുടെ മാന്ത്രിക അനുഭവം കാണുന്ന സിനിമകൾ ഇന്ത്യയിൽ ഒരുക്കുന്നതിൽ അദ്ദേഹത്തെ മറികടക്കാൻ കഴിയുന്ന മറ്റൊരാളില്ല എന്നത് വസ്തുത തന്നെയാണ്. അവിടെയാണ് രാജമൗലി വ്യത്യസ്തനാകുന്നതും. അതായത് ആരും ചിന്തിക്കാത്ത കഥകൾ, ആരും തന്നെ സംവിധാനം ചെയ്യാത്ത തലത്തിൽ സിനിമയെ ദൃശ്യവൽക്കരിക്കാൻ രാജമൗലി എന്ന സംവിധായകന് അറിയാം. ആദ്യം പ്രേക്ഷകരെ ഞെട്ടിച്ചത് ഈച്ച മുഖ്യ കഥാപാത്രമായ സിനിമയിൽ VFXന്റെ സാധ്യതകൾ നന്നായി ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ ചലച്ചിത്ര അനുഭവം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് തന്നെയാണ്. ഓരോ സിനിമയും പരീക്ഷണം പോലെ തന്നെയാണ് രാജമൗലി എടുത്തത്. അങ്ങനെയാണ് ചരിത്ര പശ്ചാത്തലമുള്ള ബാഹുബലിയിൽ 2 പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയത്. രാജമൗലി ഈച്ചയെ നായകനാക്കി സിനിമയെടുത്തതിന് തൊട്ടു പിന്നാലെ അടുത്ത സൂപ്പർ ഹിറ്റ് മനസ്സിൽ കണ്ടു. ആ ചരിത്ര വിജയത്തിൽ അദ്ദേഹം ഒപ്പം കൂട്ടിയത് അന്നുവരെ നായകനിരയിൽ അത്ര തലയെടുപ്പില്ലാതിരുന്ന പ്രഭാസിനെയാണ്. അതോടുകൂടി പ്രഭാസിന്റെയും തലവര അങ്ങ് മാറി. അതായത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ പട്ടികയിലേക്ക് പ്രഭാസ് വളർന്നു. ബാഹുബലി എന്ന സിനിമ എല്ലാ അർത്ഥത്തിലും ഒരു പക്ക രാജമൗലി ചിത്രം തന്നെയാണ്. ഒരു സിനിമയുടെ സൃഷ്ടാവും വിജയശില്പിയും സംവിധായകൻ മാത്രമാണെന്ന് അദ്ദേഹം ആ ഒരു ഒറ്റ ചിത്രം കൊണ്ട് തെളിയിച്ചു. തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതൊരു മഹാ അത്ഭുതം തന്നെയായിരുന്നു. അതായത് താരങ്ങളുടെ മാത്രം പിൻബലത്തിൽ സിനിമകൾ വിജയിക്കുകയും സിനിമാ ബിസിനസ് നടക്കുകയും ചെയ്യുക എന്നതിലുപരി ചരിത്രപരമായ വഴിത്തിരിവ് തന്നെയായിരുന്നു ബാഹുബലി. ബാഹുബലിയിൽ നാം കണ്ടത് ചരിത്രകഥയുടെ വിരസതയും മടുപ്പും ഒഴിവാക്കിക്കൊണ്ട് അതീവ രസകരവും ആകാംക്ഷ നിറയുന്നതുമായ ഒരു തിരക്കഥ തന്നെയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതയ്ക്കൊപ്പം ഒരു ഗംഭീര ദൃശ്യവൽക്കരണം തന്നെയായിരുന്നു. ബാഹുബലി റിലീസ് ചെയ്യുന്നതുവരെ കോടികളുടെ കളക്ഷൻ എന്നത് ഒരു ബോളിവുഡ് സിനിമയ്ക്ക് മാത്രം സ്വന്തമായ ഒന്നായിരുന്നു. അതായത് ബാഹുബലി 1ഉം 2ഉം ഭാഗങ്ങൾ വന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ പ്ലാറ്റ്ഫോം എന്ന ക്രെഡിറ്റ് ബോളിവുഡിന് നഷ്ടപ്പെടുന്നതാണ് പിന്നീട് നാം കണ്ടത്. അതോടെ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. അതായത് തെലുങ്ക് സിനിമാ വ്യവസായം രാജമൗലിയുടെ വരവോടെ വിപ്ലവകരമായ ചില മാറ്റങ്ങൾക്ക് വേദിയാകുന്നതാണ് കണ്ടത്. അതായത് തമിഴിലും മലയാളത്തിലും കന്നഡയിലും, എന്തിനു പറയണം മറാഠിയിൽ വരെ വേറിട്ട പരീക്ഷണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും മൗലിയുടെ സിനിമകൾ സംസാരിക്കുന്ന ഭാഷ തെലുങ്കാണെങ്കിലും അത് ലോകത്ത് എല്ലാവരുടെയും സിനിമകളായി മാറുന്നതും കോടികൾ സ്വന്തമാക്കുന്നതും നാം കണ്ടു. കാരണം പ്രേക്ഷകരുടെ താല്പര്യത്തിനനുസരിച്ചാണ് അദ്ദേഹം തൻ്റെ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. അതായത് ഡബ് ചെയ്താലും ഇല്ലെങ്കിലും അതിലെ ദൃശ്യഭാഷ എല്ലായിടങ്ങളിലും ആസ്വദിക്കപ്പെടുന്നു എന്നതാണ് സത്യം. രാജമൗലി ചിത്രങ്ങൾ ഓരോ സംസ്ഥാനത്തും അതത് ഭാഷകളിൽ നിർമ്മിക്കപ്പെടുന്ന പടങ്ങളുടെ കളക്ഷൻ റെക്കോർഡുകൾ നിസ്സാരമായി മറികടക്കുന്നതാണ് കണ്ടത്. അതായത് പറഞ്ഞു വന്നാൽ സിനിമയ്ക്ക് ഭാഷാപരമായ അതിരുകൾ ഒരു തടസ്സമല്ലെന്ന് മൗലി തെളിയിച്ചു. അത് തെളിയിക്കുന്ന കണക്കാണ് ബാഹുബലിയുടെ കളക്ഷൻ. 1810 കോടിയാണ് ബാഹുബലിക്ക് ആഗോളതലത്തിൽ ലഭിച്ച കളക്ഷൻ. രാജമൗലിയുടെ അരങ്ങേറ്റം സ്റ്റുഡന്റ് എന്ന സിനിമയിലൂടെയാണ്. അതും ഇന്ന് 23 വർഷമായി. പിന്നെ കുറച്ച് സിനിമകൾ തെലുങ്കിൽ രാജമൗലി ഒരുക്കി. അതൊന്നും പരാജയത്തിന്റെ രുചി എന്താണെന്ന് പോലും അറിഞ്ഞില്ല. 2012 പുറത്തു വന്ന സിനിമ കണ്ട് തെലുങ്ക് ലോകം മാത്രമല്ല ഇന്ത്യൻ സിനിമ ഒന്നാകെ ഞെട്ടിയെങ്കിലും മൗലിയുടെ സിനിമകളിൽ ഉടനീളം നിറയുന്നത് ഗിമ്മിക്കൽ മേക്കിംഗ് കൾച്ചറാണ്. എല്ലാവരും സഞ്ചരിച്ച വഴികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണിത്. ആ യാത്ര പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നു എന്നതാണ് രാജമൗലി എന്ന സംവിധായകന്റെ ഒരുക്കങ്ങളുടെയും ശ്രമങ്ങളുടെയും വിജയരഹസ്യം. രാജമൗലി 2012 മുതൽ 2021 വരെയുള്ള 9 വർഷങ്ങൾക്കിടയിൽ ചെയ്തത് 4 സിനിമകൾ മാത്രമാണ്. ഈച്ച, ബാഹുബലി, ബാഹുബലി 2, RRR. ഇതൊക്കെ എന്തു പറയാൻ, ഈ 4 ചിത്രങ്ങളും കോടികൾ നേടി ബോക്സ് ഓഫീസ് കത്തിച്ച് കളക്ഷനിൽ ചരിത്രം സൃഷ്ടിച്ച സിനിമകൾ മാത്രമാണ്. മാത്രമല്ല ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തെ സംബന്ധിച്ച് അതൊരു സുവർണ നേട്ടം തന്നെയായിരുന്നു. എന്നാൽ ഇത്രയധികം സിനിമകളുടെ വിജയത്തിളക്കമുണ്ടായിട്ടും രാജമൗലിയെ ഇത് തെല്ലും ബാധിച്ചിട്ടില്ല. 100 കോടിയിലധികം പ്രതിഫലം വാങ്ങുന്ന സ്റ്റാർ ഡയറക്ടറായി ഉയർന്നിട്ടും
വളരെ സിമ്പിളായ ജീവിതം തന്നെയാണ് രാജമൗലിക്ക് ഇഷ്ടം. മുൻപ് എങ്ങനെയായിരുന്നു ജീവിച്ചത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മൗലി കഴിയുന്നത്. എന്നും സിനിമയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് താനെന്നാണ് രാജമൗലി പറയാറുള്ളത്. വളർച്ചയുടെ പടവുകൾ തന്റെ കഠിന പ്രയത്നം കൊണ്ട് കയറുന്ന രാജമൗലിയുടെ മുഖത്ത് സ്ഥായിയായ ഒരു പുഞ്ചിരിയെന്നും കാണാം. ആ മഹാനായ സംവിധായകൻ രാജമൗലിക്ക് ലക്ഷ്യം ഒന്നേയുള്ളൂ, അതായത് പ്രായവ്യത്യാസമില്ലാതെ തന്റെ സിനിമ കണ്ട് തിയേറ്റർ വിട്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മുഖത്തും മനസ്സിലും സംതൃപ്തിയുടെ ഒരു പുഞ്ചിരി വിടർണമെന്ന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.